ആ കൊമ്പങ്കാട് പോയ അംസന്റെ ഓട്ടർഷക്കാണ് വരാന്ന്. ബെൻസിയാ പിന്നെ ആ ഫൈന് കിട്ടിയ എടുത്തിട്ടില്ല. 500 രൂപ ഫൈനൊന്നു. ആ മറ്റേ ചോറ് ഞാൻ എടുത്തിക്കണേ. ഇതെന്ത് തേങ്ങ ബാത്റൂം? ഇത്രയും ചെറിയ ബാത്റൂമിൽ എങ്ങനെ ആൾക്കാർ ഇലക്ട്രിക്കൽ റൂമാണ്. ഇത് പൈസ കൊടുക്കണ ഞാനല്ല പോവാണേ. സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ടീന്ന് കുൽസും കൂടി ഇട്ടാലല്ലേ. ഒറ്റ മിനിറ്റ് ക്വാളിറ്റി കൊടുക്കാം. പാൽക്കായ കച്ചവടത്തിനോ ഞാൻ ക്ലാസ്സിൽ പോണെന്റെ ബസ് ഇപ്പൊ പോയി. നിങ്ങൾക്ക് ചിക്കണി തരണേ. അതിന്റേതായ വൃത്തിയിൽ ചെയ്യണം. ഇത് ഇങ്ങനല്ല. എങ്ങനല്ല അതല്ല. ഞാൻ എന്നോട് ചോദിച്ചോ ഞങ്ങൾ ഇവിടെ അസിസ്റ്റന്റ് മാനേജ്മെന്റ് 2-3 കൊല്ലായോളം ഈ പാൽക്കായ സഞ്ചിയും പിടിച്ചു കണ്ട് ഡിഗ്രിക്ക് ഇങ്ങനെ പോക്ക് തുടങ്ങിയിട്ട് 10 റുപ്യന്റെ ഉപകാരം ഇല്ലാതെ ഒറ്റ ഒന്ന് പഠിച്ചാൻ പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ. സർക്കണില്ലേ എനിക്ക് പൈസ കറക്റ്റ് പ്ലാനിങ് കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം സാറിന് അപ്പൊ മനസ്സിലാവും. ഞാൻ പോവൂല. എല്ലാം കൊമ്പങ്കാട് കോയനോല് മറ്റാൻ നിക്കണത്. സാർ അങ്ങനെയല്ല. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പേര പോച്ചാൽ ആദ്യം തുടങ്ങി. ഞാൻ എന്നോട് എത്തും പറഞ്ഞിട്ടും കേട്ടിട്ടില്ല. വേഗം ചെയ്യാം. ഞാനും പോയി. ഞാൻ തിന്നാൻ കൊടുക്കുമ്പോ ഞാൻ പറയണ കേൾക്കണം. ഗുഡ് മോർണിംഗ് ഡാഡി. തേപ്പാരാണ് ഇവിടെ കൊടുത്തിട്ട് മാറ്റില്ല. എന്താണ് അച്ഛപ്പാടാ അതിൽ ഈ പടവാര എന്റെ പണി കുത്താറാണ്. ഇതിന്റെ പച്ചിനോട് എത്തേ പറയാ. അല്ല പോറം കൊടുക്കാം. ഞാൻ കളിച്ചാരേ കളിച്ചാനോ? എന്നോടും കൂടിയാ പറയണ്ടേ. ഡാഡി മോർണിംഗ് എന്റെ ഗെയിമേ ഞാൻ പൊളിച്ചു. പ്ലംബിംഗ് അല്ലേ അവിടെ പോലെ. അവിടെ എന്തോ പറഞ്ഞു നിങ്ങളോട്. ഒന്നുമില്ല സാർ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇത് തീരുമ്പോത്തിന് എനിക്ക് തരണ്ടേ. അത് കുറച്ച് നേരത്താക്കിന്നുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മോൾട്ടിന്റെ മാരെങ്ങാനും 3-4 കൊല്ലം ഡിഗ്രിക്ക് ഇറങ്ങാൻ സമയം കഴിച്ചാല് നിങ്ങളെ വർക്ക് ഉണ്ടല്ലോ സാറാട്ടോ. ചിങ്ങി ഈ യന്ത്രത്തിലും കൂടി എന്റെ പേരൊന്ന് കാണണം. എന്റെ പേരൊക്കെ ഇറങ്ങേണ്ടി വരും കൊമ്പക്കാട്ടിന്ന്. ഒരു 3 കൊല്ലത്തെ സമയം എനിക്ക് ഞാൻ തരും. അതിന്റെ ഉള്ളിൽ പഠിച്ചിട്ട് പൈസ പെരീക്കൽ കൊണ്ടുവരണം. അല്ലാത്തോല് മുഴുവൻ ഇറങ്ങി പോയിക്കോളി. എന്റെ ഉള്ളാണിത്. എന്റെ റൂമാണ് ആ കണ്ട്. ആ കുഞ്ഞാപ്പൂന്റെ റൂമിൽ ഒരക്ഷരം പഠിച്ചാൽ നിങ്ങൾ ഇറങ്ങി. ആയിക്കോട്ടെ. ഞാൻ തിരെ പോട്ടെ ആവശ്യം. അപ്പൊ ഞങ്ങൾ പിന്നെ ബെഡ് വേണ്ടട്ടോ. അവിടെ പഴയൊരു കോസടി ഉണ്ടാവും. മതി ഉസാറായിക്കോട്ടോ. ഇപ്പൊ എന്റെ കായാണ് മുതലായത്. ഈ ഇറങ്ങിയോണ്ട് എന്തുള്ള പോണാവത്തേക്ക് അതിന്റെ മതത്താ മെച്ചെന്നോ. ഇന്നെ പോലത്തെ ആൾക്കാർക്ക് പണി തീരുന്നതിന് മുന്നേ തന്നെ പേരന്റെ ഉള്ളൊക്കെ ഒന്ന് കാണാൻ പറ്റി. നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ പണി നടക്കട്ടെ കേട്ടോ. കുഞ്ഞാപ്പോ ജോലി കിട്ടുന്ന ഉറപ്പാ? ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഇപ്പച്ചിനെ പഠിച്ചാൻ വിട്ടില്ല. എന്തേ ഞാൻ പ്ലംബിംഗാര് പോയിക്കണ ഒക്കെ ഞാൻ എടുക്കണേ. പ്ലംബിങ്ങിന്റെ പണി ഓല ചീത്ത. ഞാൻ പോ ഇപ്പച്ചി പറഞ്ഞതിലും കാര്യണ്ട്. ഞാനിപ്പോ 3 കൊല്ലായി ഡിഗ്രി പഠിക്കാൻ പോയിട്ട് എനിക്ക് ഇതുവരെ ഒരു ജോലി റെഡി ആയിട്ടില്ല. അത് ശരി തന്നെയാണ് വോൾട്ടേജ് പറഞ്ഞത്. എടാ ഇജിന്റെ മാരിയ മാത്രം ഇതായിട്ടില്ല. ഒരു ഒറ്റ കൊല്ലം കൊണ്ടേ ആ AI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണത്. എന്ത് ചൊറുക്കലായിട്ടുള്ള ആ പണി എടുത്തിട്ടുണ്ട്. ജോലോടെ പേരെ ആവില്ല. ഞാൻ ആണാണ്. അതല്ല ഇജ് ഡിഗ്രിക്ക് പോവാണെങ്കിലേ നമ്മളെ കോട്ടക്കലുള്ള എജു സ്റ്റാർ അക്കാദമിക്ക് പോയിക്കോ. അവിടെ രണ്ടാമത് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയൂ. തീരെ അന്തല്ലേ നിങ്ങൾക്ക്? എനിക്ക് അന്തല്ലായിരുന്നു. ആ ചെറുക്കന്മാരെ ചീത്ത ഇറങ്ങാണ്ട് അവിടെയാണ്. 3 കൊല്ലം കൊണ്ട് ഡിഗ്രിയും കിട്ടും. പിന്നെ ജോലി വേറെ അന്വേഷിക്കണ്ട. ഓലനാക്കി തരും. ആണോ? എന്നാ എനിക്ക് ഇപ്പൊ തന്നെ അവിടെ പോയി ചേരാൻ പറ്റുമോ? ചേരാൻ പറ്റൂടാ. കുറെ ചീത്ത അറിയാൻ മാത്രമൊന്നും ഇജ്ജ് പറഞ്ഞിട്ടില്ല. അന്റെ അതേ പ്രായമുള്ള ചെക്കന്മാരാണ് ഓര്. ഓരൊക്കെ ഇന്റീരിയർ ഡിസൈനർമാരാണ്. വെറും ഡിസൈനർമാരല്ല. അത് മാത്രല്ല ഡിഗ്രി കഴിഞ്ഞവർക്ക് 1 കൊല്ലം പഠിച്ചാൽ അവിടെ ജോലിയും കിട്ടും. ഞാനും അവിടെ ചേർന്നാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാണ്. എന്നാ നമുക്ക് രണ്ടാക്കുന്ന അവിടെ പോയി അന്വേഷിച്ചാലോ? എന്നാ പോയി നോക്കാം. ഇന്റീരിയർ ഡിസൈനർമാരാണ്. അപ്പൊ പറയാനറിയാം. പഠിച്ചാലും എനിക്ക് അറിയത്തുള്ളൂ. ഓല എന്റെ മാതിരി ഇങ്ങനെ +2 കഴിഞ്ഞാണ് വെറുതെ നടക്കല്ലേന്നു. ഓല AI ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി. ഇപ്പൊ തന്നെ അറിഞ്ഞാൽ നന്നായി. മറ്റേ 3 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഈ പെരേന്ന് പുറത്തു കൊണ്ടുവരും. എന്റെ വണ്ടിക്കത്തെ ചീരാപ്പേറ്റുണ്ട് വെള്ളം അങ്ങനെ ഉറ്റാന് പഠിച്ചു. അന്നെ അവിടെ കൊണ്ടുപോയി ചേർത്തു ഞാന്. AI ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാളെ മെച്ചം എന്താ എനിക്കറിയോ? 1 കൊല്ലം കൊണ്ട് എനിക്ക് ആ പണി പഠിച്ചും ചേച്ചാ ഓലെന്നെ എനിക്ക് ജോലി ആക്കി. കുഞ്ഞാപ്പു 12 സ്പാൻഡർ എടുത്താ 76-30 എടുക്കണം. വേഗം നടക്കേ കുഞ്ഞാപ്പു. നമ്മുടെ നാളെ തന്നെ അവിടെ പോയി കണ്ട അഡ്മിഷൻ എടുത്തില്ലാന്നുണ്ടെങ്കിൽ ഈ കുടിയിരിക്കലിന്റെ അന്ന് ഇജ്ജ് ഈ പരിയിലുണ്ടാവില്ല. അല്ല അപ്പന്റെ റൂമോ? എന്റെ റൂം ചേമ്പ്